നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രണവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ആന്റി? എന്റെ ആൾക്കാര് ഈശ്വരമംഗലത്തിന് മുന്നിലുണ്ട്. പ്രണവ് അവിടുന്ന് ഇറങ്ങിയാൽ ഉടൻ വിവരം കിട്ടും. അല്ല ആന്റി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പ്രണവ് ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങുന്ന എന്താ ഒരു ഉറപ്പ്? ഇനി ഒരുപക്ഷെ പ്രണവ് അവിടുന്ന് ഇറങ്ങി എവിടെയും പോയില്ലെങ്കിലോ? വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ ഇരിക്കെ. അവൻ എവിടെയെങ്കിലും പോകാൻ തോന്നണേന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയില്ലേ ശിവാനി? എന്റെ ആൾക്കാരെല്ലാം ആ കാറിൽ റെഡിയായി ഇരിപ്പുണ്ട്. പക്ഷെ എത്ര നേരമെന്ന് പറഞ്ഞോണ്ടാ പ്രണവിനെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കാൻ പോകുന്നത്? എത്ര നേരമായാലും ഇന്ന് നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കും. എന്താ, നിനക്കെന്തെങ്കിലും തിരക്കുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ ആൾക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ മിടുക്കുള്ളവരായിരിക്കണോ അവര്? അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. സ്പോട്ടില് കൃത്യമായ തീരുമാനങ്ങൾ ക്വിക്കായിട്ട് എടുത്ത് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ. അവര് വിളിക്കുന്നുണ്ട്. ഹലോ, എന്തായി? ആണോ? ഓക്കെ. ഇങ്ങോട്ടാണോ? ശരിയെന്നാ. ദൈവം തുണച്ചു. പ്രണവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ റോഡിലേക്കാ ബൈക്ക് തിരിച്ചിരിക്കുന്നത്. ആന്റി, എന്നാ നമുക്ക് മാറി നിൽക്കാം. പ്രണവ് വന്നിട്ട് ഫോളോ ചെയ്താ പോരെ? വാ. നമ്മള് കാർ എടുത്ത ഉടനെ നിന്റെ ആൾക്കാരെ വിളിച്ച് പുറകെ വരാൻ പറയണം. അതൊക്കെ അവര് വന്നോളൂ. ശിവാനി, അവൻ വരുന്നുണ്ട്. നീ അവരെ വിളിച്ച് വേഗം പുറകെ വരാൻ പറ. ഒരുപാടങ്ങ് അരികിലേക്ക് ചെല്ലണ്ട ആന്റി. ആന്റിയുടെ കാറ് കണ്ട ചിലപ്പോ പ്രണവിന് സംശയമാവും. അതാ ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് പോകുന്നത്. നീ നിന്റെ ആൾക്കാർ പുറകെ ഉണ്ടോന്ന് നോക്ക്. അവര് പുറകെ തന്നെ വരുന്നുണ്ട്. ഇവൻ ഇവിടെ ആരെ കാണാനാ വന്നത്? മിക്കവാറും ഐശ്വര്യ കാണാൻ വന്നതായിരിക്കും. എങ്കിൽ ഇന്ന് അവനും വാങ്ങിക്കും അവളും വാങ്ങിക്കും. നീ ഒന്ന് അടങ്ങിയിരുന്നേ. എന്നിട്ടേ നിന്റെ ആളുകളിൽ ഒരാളെ ഇറക്കി വിട്. എന്നിട്ട് നൈസായിട്ട് കാര്യങ്ങൾ അന്വേഷിക്ക. വേഗം ചെല്ലേ. പക്ഷെ പ്രണവിന് സംശയമൊന്നും തോന്നരുത്. പ്രണവിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പറിയാം. ചേട്ടാ, ഇത് ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ വീടല്ലേ? ഐശ്വര്യോ? ഏത് ഐശ്വര്യ? ഈ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഐശ്വര്യ ഇല്ലേ? ചേട്ടൻ അറിയാമോ? അയ്യോ, എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഞാനിവിടെ താമസമായിട്ട് കുറച്ച് നാളേ ഉള്ളൂ. വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. താക്കോലെടുക്കാൻ മറന്നുപോയി. എന്തായി? പ്രണവ് അവിടെ എന്തിനാ നിൽക്കുന്നത്? ആ പുള്ളി ഏതോ ഐശ്വര്യയുടെ വീടാണെന്ന് ചോദിച്ചു മാം. എനിക്കറിയില്ലെന്നാ പറഞ്ഞ മാഡം. എങ്ങനെയുണ്ട് ആന്റി?
ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ആ ഗേറ്റ് പൂട്ടിയിരിക്കുക മാഡം. അവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. താൻ കാറിലേക്ക് ചെല്ലേ. ശരി മാഡം. ആന്റി, ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെല്ലട്ടെ. നീ അവിടെ അടങ്ങിയിരിക്കും ശിവാനി. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാ മതി. എങ്കിൽ ആന്റി പറ. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശരി, ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ചെല്ല്. ചേട്ടാ, ചേട്ടൻ ഈ നാട്ടിലുള്ളയാണോ? എന്താ കാര്യം? ഇത് ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടിയുടെ വീടല്ലേ? അവരെവിടെ പോയെന്ന് അറിയാമോ? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ വീടാണോ എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? എന്റെ അനിയ, ഇവിടെ രാത്രിയോ പകലൊന്നും ഇല്ലാതെ വരുത്തന്മാര് കിടന്ന് കറങ്ങുന്ന സ്ഥിരം പരിപാടിയാണ്. നിനക്ക് എന്താ വേണ്ടേ? ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ മാനവും മര്യാദയ്ക്കും ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഓരോരുത്തകളൊന്ന് താമസം തുടങ്ങിയ ശേഷമാണ് ഈ നാടിന്റെ പേരൂടി നശിച്ചത്. നീ ഇവിടെ കിടന്ന് കറങ്ങാതെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഹലോ, നിങ്ങൾ വെറുതെ ഓരോ പെൺകുട്ടികളെ കുറിച്ച് എന്തിനാണ് ഈ അനാവശ്യം പറയുന്നത്? പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? പറടാ, നീ എന്ത് ചെയ്യും? ഈ പ്രണവര് ശുദ്ധനാ. ഏത് വല വിരിച്ചു കൊടുത്താലും കൃത്യമായിട്ട് അതീ ചെന്ന് വീണോളൂ. അതെ, നിങ്ങളടുത്ത് വഴക്കിന് വന്നൊന്നും അല്ല ഞാൻ. ഐശ്വര്യ എന്റെ ലവറാ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ബെസ്റ്റ്. ഇങ്ങനെയുള്ള വൃത്തിയായിട്ടുള്ളവരുമായിട്ടാണോ നീ കല്യാണം കഴിക്കാൻ? മര്യാദയ്ക്ക് സംസാരിക്കണം. നില്ല. എന്താ പ്രശ്നം? ദേവൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നു. കാര്യം ചോദിച്ചപ്പോ മുട കാണിക്കുന്നു ഇവിടെ. എന്താണ് പ്രശ്നം? എന്താടാ? ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അത് നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ നാട്ടിൽ വന്നിട്ട് നീ ഞങ്ങളെ ചോദ്യം ചെയ്യണം. ആരാണ് നീ? പോടാ. ആന്റി, എന്റെ ആൾക്കാർ പണി തുടങ്ങിയിട്ടുണ്ടേ. എന്താണ് പറയണേ? പോടാ. ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. ദേഹത്തോടെ നീ എന്തിനാ? ഇത്രക്കാരൻ വരുന്ന വെറുതെ വിടരുത്. നമ്മുടെ നാടിന്റെ അഭിമാന പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ചൊറിയാൻ നിൽക്കാന്ന് വെച്ചാ അടിച്ചോട്ടിക്കണ്ടേ അവനെ? ശിവാനി, ദേ അവര് കൈവച്ചു തുടങ്ങി. ഞാൻ പോയി ഇടപെടട്ടെ. നല്ല രീതിയിൽ ആദ്യം കുറച്ച് കിട്ടട്ടെ ആന്റി. അല്ലെങ്കിലും അവൻ ഇത്തിരി വിളച്ചിട്ട് കൂടുതലാ. നീ ഒന്ന് പോയേ. ചെറുക്കൻ ദേ അടി മേടിച്ച് കൂട്ടുക. നീ ഇറങ്ങിക്കേ. ഇറങ്ങി ശിവാനി. ശരിയാക്കി തന്നോ?